കഴക്കൂട്ടത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വീഡിയോ കാണുകയായിരുന്നു. നാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓട്ടോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹരിശ്ചന്ദ്രന്മാരൊന്നുമല്ല. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന മുഴുവൻ പേരും പ്രശ്നക്കാരുമല്ല. അവർ ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ഈ ജോലി ചെയ്യുന്നതാണ്. അവർ ആ തൊഴിൽ ചെയ്യുന്നത് കൊണ്ടുള്ള സേവനമാണ് പലപ്പോഴും പൊതുജനങ്ങൾക്കും കിട്ടാറുള്ളത്. എല്ലാ വിഭാഗം ആൾക്കാർക്കിടയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ അവർക്കിടയിലും ചിലരുണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് കരുതിക്കൊണ്ട് ആ ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് സകലരെയും ചാപ്പ കുത്തേണ്ട കാര്യവുമില്ല. മികച്ച രീതിയിൽ സർവീസ് നടത്തുന്ന ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വ്യക്തിപരമായും പരിചയമുണ്ട്. ആ നിലയ്ക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിയായ ചെറുപ്പക്കാരന്റെ സങ്കടകരമായിട്ടുള്ളൊരു പ്രതികരണം കാണാനിടയായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന 3 യുവതികളെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയ സന്ദർഭത്തിൽ അവർ വഴിവക്കിലെത്തിയപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ സൈഡ് മിററിലൂടെ മോശമായി നോക്കി എന്ന പേരിലുണ്ടായ വാക്ക് തർക്കം, ആ വാക്ക് തർക്കവും അതിനുശേഷം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വീഡിയോയും നിങ്ങൾ കാണണം. ചില മനുഷ്യരുടെ വാക്കുകളിൽ അവരുടെ സത്യസന്ധത നിഴലിക്കും. ആ നിലയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ ഒറ്റ ചോദ്യമാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ കാരണം. അതായത്, എന്റെ ഓട്ടോയിൽ മുൻപും മറ്റ് സ്ത്രീകൾ കയറിയിട്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് എന്നിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കുറിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്കുള്ള ആത്മവിശ്വാസം തന്നെയാണ് അയാളിൽ ഒരു സത്യസന്ധതയുണ്ടെന്ന് തോന്നിയത്. അതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറി അവൻ എന്തോ മോശക്കാരനാണ്, ആ തൊഴിൽ ചെയ്യുന്നതെല്ലാം കുഴപ്പക്കാരാണ് എന്ന മനോഭാവത്തിൽ അവരെ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ച് വീഡിയോ എടുത്തു വെച്ച് പുറത്തേക്ക് പ്രചരിപ്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഈ അടുത്ത ദിവസം എറണാകുളത്ത് ഒരു പാവപ്പെട്ട ഓട്ടോ ചേട്ടനും ഈ അവസ്ഥ ഉണ്ടാകുന്നത് കാണാനിടയായി. ആ നിലയ്ക്ക് ഈ ഒരു സംഭവം കൂടി നാട് ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. വീഡിയോ मेरे पास है यार വീഡിയോ. ഈ മിററിലൂടെ ബാക്കില് വണ്ടി പറഞ്ഞ നോക്കിയപ്പോ ഇവിടെ ഇരുന്നവള് പറയണ ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കണെന്ന്. സീൻ ദ മിറർ. ओके, पुलिस में बात करेगा. पुलिस आने का टाइम तो जाओ. पुलिस आएगा तो जाओ. पुलिस आने का तो जाओ. प्रॉब्लम नहीं है. पुलिस आने का तो जाओ. ഹലോ ഗൈസ്, ഒരു കാര്യം പറയാനായിട്ടായിരുന്നു ഞാൻ വന്നത്. ഇന്ന് റാപ്പിഡോ ഓടുന്ന, ഇല്ലെങ്കിൽ യൂബർ ഓടുന്ന, ഇല്ലെങ്കിൽ ഓട്ടോ ഓടുന്ന എല്ലാവർക്കും എനിക്ക് ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം പ്രതികരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നിങ്ങളിൽ എനിക്ക് എത്തിക്കണം എന്ന് തോന്നുന്നത്. ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടായിരിക്കും, അറിയത്തില്ല. ഇന്ന് എനിക്ക് നമ്മുടെ കുളത്തൂര് നിഷിന്റെ അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടി, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഓട്ടം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അവരെ പോയി കസ്റ്റമറിനെ റാപ്പിഡോയിലായിരുന്നു പിക്ക് ചെയ്തു. നമ്മുടെ ചാക്കയാണ്, വൈകിട്ട് 5 മണിക്കുള്ള ബ്ലോക്കുള്ള ഏരിയയാണ്. കള്ളം പറയുന്നതല്ല ബ്രോ, ഇത് കേൾക്കുന്ന ആരായാലും. വണ്ടി വരുന്നു, ഒരു മിനിറ്റ്. ബ്ലോക്കുള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ ദാണ്ട ഞാൻ രാവിലെ നമ്മൾ ഒരുക്കി സെറ്റ് ചെയ്താൽ മാറ്റത്തില്ല. ദാണ്ട നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, എന്റെ ഇത് ഇത്രയും ക്ലോസിൽ വന്നാലേ ഈ ബാക്കിൽ ഇരിക്കുന്നവരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഫേസ് ഇവിടം വരെ ഇത്രയും വരണം. എന്നാൽ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ വെച്ച് എന്റെ ഈ പൊക്കത്തിനെ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കമ്പിയാണ് കാണുന്നത്, ഇവിടത്തെ ഈ കമ്പി. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിലുള്ള എന്റെ ഡ്രൈവർ സീറ്റ്, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളാണ് എനിക്ക് ഈ ഒരു ലൈനിൽ വെച്ച് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഇവിടെ അവരെ അമ്മയും 3 പെൺകുട്ടികളുണ്ടായിരുന്നു. 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പം ചാക്കര സ്വാഭാവികം നമ്മൾ വണ്ടി ഓടിക്കുന്നവരെല്ലാവരും തിരിഞ്ഞു നോക്കത്തില്ല, 2 മിറർ നോക്കി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. 2 മിറർ നോക്കി ഞാൻ വണ്ടി ഓടിച്ചു വരുന്നു. ചാക്ക പാല ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവര് പെട്ടെന്ന് എന്റെ അടുത്ത് നീ എന്തിനാ എന്നെ നോക്കുന്നതെന്ന്. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായിപ്പോയി. ഞാൻ ചോദിച്ചു എന്തുവാ. അപ്പൊ ഇവളോടെ നീ എന്തിനാ ചുമ്മാ എന്നെ കണ്ണാടി കൂടെ നോക്കുന്നതെന്ന് കേട്ടപ്പോ ഞാൻ ഓൺ ദ സ്പോട്ട് ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. കാരണം അത്
ഭയങ്കരമായിട്ട് നമ്മളെ തീരെ ഇതാക്കിയിട്ടുള്ള ഒരു സംസാരമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോഴത്തേക്ക് അവള് പറയാ മറ്റേ ആൾക്കാരെല്ലാം അപ്പോഴേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവര് മറ്റേ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. കാരണം എന്റെ പുറത്ത് തെറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്റ്റേഷനിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഇല്ല ഉടനെ ഞാൻ വീഡിയോ എടുത്തു. പെണ്ണാണ്, നമുക്ക് എന്തും ആവാം. ഞാൻ വീഡിയോ എടുത്തു തുടങ്ങി. അപ്പൊ അവള് പറയാ ഞാൻ അവളെ സീരിയസ് ആയിട്ട് വൾഗറായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും അല്ല ആ പെൺകുട്ടി ഇട്ടിരുന്നത്. തുറന്നു പറയാനല്ല, വൾഗറായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും അല്ല. അവര് മൂന്നുപേരും നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ്ട് ഇവിടം വരെ ഇത്രേ ഉള്ളൂ. ഇതൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല, മനസ്സിലായില്ല? അത്രയും നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നിടത്ത് നമ്മൾ എന്തോടെ, നമുക്കെന്തോ അമ്മയില്ലേ, പെങ്ങളില്ലേ, ഇല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരിയോ. ഈ ആട്ടയില് ഇഷ്ടംപോലെ പെൺകുട്ടികൾ കയറുന്നത് തന്നെയാണ്. ഇഷ്ടംപോലെ പേര് എന്നെ ചിലപ്പം ഞാൻ ചിലപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് പേര് കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു അനുഭവം എന്റെ വണ്ടിയിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ ഒന്ന് പറയട്ടെ, ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഇന്ന് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവള് അവിടെ നിന്നിട്ട് എല്ലാവരുടെ അടുത്ത് പറയാം ഞാൻ ഹറാസ്മെന്റ് ചെയ്യുന്നു, ഞാൻ അവളെ കണ്ണാടിയിൽ കൂടെ അവളെ ചെസ്റ്റിൽ നോക്കിക്കൊണ്ടിരുന്നു എന്നല്ല പറയാം. അപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവളും വീഡിയോ എടുത്തു. നാളെ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ അവള് ഇനിയിപ്പോ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് അവൻ മറ്റേ ഓട്ടോ ഓടുന്നവരൊക്കെ ഇങ്ങനെയാണ് ഇവിടെ വന്നപ്പോ തിരുവനന്തപുരത്ത് വന്നപ്പോ ഉള്ള അനുഭവം ഇതാണ് എന്ന് പറഞ്ഞ് അവളൊരു വീഡിയോ എടുത്തിടുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ എന്നെ അറിയാന്നുള്ളവരോ ബാക്കിയുള്ളവരോ എന്നെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്? വീട്ടിൽ കയറ്റാൻ കൊള്ളൂലാത്തവൻ, അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുത്തനായിട്ടല്ലേ എന്നെ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞ ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് മറ്റേ ഒരു കണ്ണാടിയിലൂടെ ഞാൻ എന്തോ പറയാ, ഒരു കണ്ണാടി നമുക്ക് ഇവിടെ 2 മിറർ ഇരിക്കുന്നത് ബാക്കി ഇരിക്കുന്ന നിന്നെയൊക്കെ പോലുള്ളവളെ നോക്കാനോ എടുക്കാനോ അല്ല മൈരേ. ഈ 2 സൈഡ് കണ്ണാടി ഇരിക്കണെന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞ വണ്ടികളെ നോക്കി ഓട്ടിക്കാനുള്ളത്, അല്ലാതെ നിന്റെയൊക്കെ മറ്റതും മറിച്ചതും കാണാനുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ല. അങ്ങനെ എല്ലാവരും നല്ലവരെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആവശ്യമില്ലാതെ ഉന്നയിക്കരുത്, മനസ്സിലായില്ലേ? സത്യമായിട്ട് അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടോ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. കേട്ടല്ലോ, അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി. സൈഡ് മിറർ ഉപയോഗിക്കാത്തവരാരുമില്ല. പക്ഷെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം സൈഡ് മിററിലൂടെ ബാക്കി ഇരിക്കുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാകും? ഇന്നത്തെ കാലഘട്ടത്തിൽ പലതും ഇങ്ങനെയാണല്ലോ. ഒരു ഫോൺ കൈവശമുണ്ട് എന്ന് കരുതിക്കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ പെരുമാറിയില്ലെങ്കിൽ ഉടനടി വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അവനിട്ടൊരു പണി കൊടുക്കാം, സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാമെന്ന് കരുതുന്ന ചില വനിതാരത്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കാര്യം ഇതൊക്കെയാണ് ഹീറോയിസം എന്ന് കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ആ സ്ത്രീയും ഈ ഓട്ടോക്കാരന്റെ വീഡിയോ എടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അന്യ സംസ്ഥാനക്കാരി ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ഇടുന്നത് എപ്പോൾ ഇട്ടാലും ഈ ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന അവസരം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അയാളുടെ നിരപരാധിത്വത്തെ സംബന്ധിച്ച് കൃത്യമായി ഈ സമൂഹത്തോട് വിശദീകരിക്കാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായി. അതിൽ അയാളുടെ സങ്കടവും വിഷമവും തന്നെ ചില കാര്യങ്ങളുടെ വസ്തുത തുറന്നു കാട്ടുന്നുണ്ട്. ആ നിലയ്ക്ക് ആ ചെറുപ്പക്കാരൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപക്ഷെ മിററിൽ നോക്കിയപ്പോൾ അവരെ നോക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുറ്റമാണ്. എന്നെ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞാൽ മോശക്കാരാണ് എന്നുള്ള മനോഭാവത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ മിററിൽ നോക്കിയ കാര്യത്തെ എന്നെ നോക്കുന്നതായിട്ട് ഒരാൾക്ക് തോന്നി അങ്ങനെ വീഡിയോ എടുക്കുക, പ്രശ്നമുണ്ടാക്കുക, സമൂഹത്തിന്റെ മുന്നിൽ അവരെ അപകീർത്തിപ്പെടുത്തുക, അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് ആ ചെറുപ്പക്കാരനെ വേട്ടയാടാൻ വേണ്ടി ചെയ്ത ആ പ്രവർത്തനത്തെ സമൂഹം ഒന്നടങ്കം പ്രതിരോധിക്കേണ്ടതുണ്ട്. ഒരു ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി ഇറങ്ങുന്നവർക്കൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇന്നിപ്പോ പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഫോണുകൾ ഉപയോഗപ്പെടുത്തി മറ്റൊരാളെ ഇകഴ്ത്തിക്കൊണ്ട് അയാൾ ചെയ്യാത്ത കാര്യത്തെ ചെയ്തു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സ്വയം ഹീറോയാകാൻ ശ്രമിക്കുന്ന പല വനിതാരത്നങ്ങളും ഓരോ ദിവസം കാണുകയാണ്. ബസ്സിൽ വരെ പ്രത്യേക ഫോട്ടോഷൂട്ടിന്റെ പേരിൽ ഒരു വീഡിയോ ഇറക്കിയ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത ഒരു നാടാണ്. അങ്ങനെ ഒരിടത്ത് ഈ ചെറുപ്പക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് നാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.